കുസാറ്റിൽ സംഗീത പരിപാടിക്കിടെയുണ്ടായ ദുരന്തത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു, അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, എൻ ബിജു എന്നിവരെ പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മുൻ രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ലെന്ന് കുറ്റപത്രത്തിൽ. തൃക്കാക്കര എസിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം കളമശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2023 നവംബർ 25-നാണ് കുസാറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ച സംഗീത നിശയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ചത്. SS ശരണുണ്ട് വിവരങ്ങൾ നൽകാനായി. ശരൺ, ഈ കുസാറ്റ് അപകടവുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാക്കിയതാണ്. ഇന്നിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുമ്പോൾ അതിന്റെ ഗൗരവത്തോടു കൂടിയാണോ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്? കുറ്റപത്രത്തിലെ കാര്യങ്ങൾ എന്തൊക്കെ, ആർക്കെതിരെയൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? ജിൽസി, അത്രയേറെ ഗൗരവത്തോടു കൂടിയാണോ ഈ കുറ്റപത്രം സമർപ്പിച്ചതെന്നുള്ള സംശയം എന്തായാലും കുറ്റപത്രത്തിലെ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ നമുക്ക് അത്തരത്തിലൊരു സംശയമാണ് ബലപ്പെടുന്നത്. നേരത്തെ 2023 നവംബർ 25-ന് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് അവിടെ ദിഷ്ണ എന്ന പേരിൽ ഒരു ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നത്. ഈ ടെക് ഫെസ്റ്റിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് നികിത ഗാന്ധിയുടെ ഒരു സംഗീത നിശ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നത്. ആ സംഗീത നിശ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 4 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. തുടക്കം മുതൽ തന്നെ ജിൽ സൂചിപ്പിച്ച പോലെ തന്നെ തുടക്കം മുതൽ തന്നെ സംഘാടക സമിതിക്ക് ഇതിൽ വീഴ്ചയുണ്ടായി എന്നുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു SIT രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരുന്നത്. അങ്ങനെ തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിക്കുന്നു. അങ്ങനെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് 3 പേരെ പ്രതി ചേർത്തിരുന്നത്. അതായത് മുൻ പ്രിൻസിപ്പലായ ദീപക് കുമാർ സാഹു, അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, എൻ ബിജു എന്നിവരെ പ്രതി ചേർത്തിരുന്നത്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തിയാണ് കേസെടുക്കുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ദുരന്തം നടന്നിട്ട് 1 വർഷവും 2 മാസവും പിന്നിടുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതേ പ്രതികളെ മാത്രം ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതായത് ഈ കുറ്റപത്രത്തിൽ 3 പ്രതികൾ മാത്രമാണുള്ളത്. നേരത്തെ നമുക്കറിയാം പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം രജിസ്ട്രാർ ഓഫീസിനെതിരെ ഉയർന്നിരുന്ന ആരോപണമാണ്. അതിൽ തന്നെ പറഞ്ഞിരുന്നത് ഈ മുൻ പ്രിൻസിപ്പലായ ദീപക് കുമാർ സാഹുവും ഒരു കത്ത്, അതായത് പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് രജിസ്ട്രാർ ഓഫീസ് ആണ് കൈമാറുന്നു. അങ്ങനെ രജിസ്ട്രാർ ഓഫീസ് തുടർ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചില്ല. അങ്ങനെ മുൻ രജിസ്ട്രാറായ മീരയ്ക്ക് വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള ആരോപണങ്ങളാണ് അല്ലെങ്കിൽ പരാതികളാണ് ഉയർന്നിരുന്നത്. എന്നാൽ രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ട യാതൊരുവിധ സാഹചര്യവുമില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. രജിസ്ട്രാർക്ക് ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് കുറ്റപത്രത്തിൽ പറയുന്നില്ല. അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞു വയ്ക്കുന്നത് രജിസ്ട്രാറെ പ്രതി ചേർക്കാനുള്ള യാതൊരുവിധ തെളിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം ഈ സംഭവം നടന്നതിന്, ദുരന്തമുണ്ടായതിന് പിന്നാലെ 3 തലത്തിലുള്ള അന്വേഷണങ്ങളാണ് നടന്നത്. ഒന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണമാണ്. ഇതിന് പുറമെ സിൻഡിക്കേറ്റ് ഉപസമിതി അന്വേഷിച്ചു, ഒപ്പം തന്നെ പോലീസും. ഇതിൽ സിൻഡിക്കേറ്റ് ഉപസമിതി നേരത്തെ മുൻ പ്രിൻസിപ്പലിനെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മുൻ പ്രിൻസിപ്പലിനെതിരെ മാത്രം നടപടി എടുത്തുകൊണ്ട് രജിസ്ട്രാറുടെ ഓഫീസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചെന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രജിസ്ട്രാറെ പ്രതി ചേർക്കാതെ 3 പ്രതികളുമായിട്ട് മാത്രം അന്വേഷണ സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്.